പമ്പയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സിന് വീണ്ടും തീപിടിച്ചു. തീർത്ഥാടകരെ കയറ്റാൻ ഹിൽ വ്യൂവിൽ നിന്നും സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. അപകട സമയത്ത് ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, ഇത് രണ്ടാമത്തെ സംഭവമല്ലേ? എന്താണ് വിശദാംശങ്ങൾ? അതെ, രണ്ടാം സംഭവമാണ്. എന്നിട്ടും കെ.എസ്.ആർ.ടി.സി കാര്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല എന്നാണ് ഒരു വിമർശനമായി വരുന്നത്. അതായത് ഇന്ന് രാവിലെ ഹിൽ വ്യൂവിൽ നിന്ന്, സാധാരണ ഹിൽ വ്യൂ ഭാഗത്താണ് കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കറങ്ങി വരിക. ആ മേഖലയിൽ നിന്ന് ഊഴം കാത്ത് കിടക്കുകയായിരുന്നു ഈ ബസ്. ഈ ബസ്സിൽ ആ സമയത്ത് കണ്ടക്ടറും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഈ പറയുന്ന പമ്പയിലേക്ക് അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പമ്പ ബസ് സ്റ്റാൻഡിലേക്ക് ഈ വാഹനങ്ങൾ കയറ്റാറുള്ളൂ. എന്തായാലും ആ സമയത്ത് തന്നെ ഈ പുക ഉയർന്നു കണ്ടപ്പോൾ തന്നെ കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും വാഹനത്തിൽ നിന്ന് ഇറങ്ങി മാറുകയായിരുന്നു. അപ്പോഴാണ് സമാനമായ രീതിയിൽ വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു അന്വേഷണം കെ.എസ്.ആർ.ടി.സി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ആ തീ അണച്ചു. അവിടെ സിവിൽ ഡിഫൻസ് സേനയും ഉണ്ടായിരുന്നു. അവരും തീ അണയ്ക്കാൻ ഒപ്പമുണ്ടായിരുന്നു. എന്തായാലും ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മകരവിളക്കാണ് വേണു കടന്നു വരുന്നത്. 15-നാണ് മകരവിളക്ക്. സ്വാഭാവികമായി ഇങ്ങനെ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ഉപയോഗയോഗ്യമല്ലാത്തതാണ് ആ മേഖലയിൽ ഓടിക്കുന്നത് എങ്കിൽ സമാനമായ രീതിയിൽ വലിയ അപകടം ഉണ്ടായേക്കാമെന്ന ഒരു ആശങ്ക ഭക്തരിലും അതുപോലെ തന്നെ നാട്ടുകാരിലും ഒക്കെ ഉണ്ട്. എന്തായാലും കെ.എസ്.ആർ.ടി.സി ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.